സോ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ എപ്പിസോഡ് നിർത്തുന്നില്ല. മെമ്മറബിൾ ഫീഡ്ബാക്ക്. അതെ, ഞാൻ പോഡ്കാസ്റ്റിലെ കഴിഞ്ഞ ഏതൊരു എപ്പിസോഡിൽ ഞാൻ പറഞ്ഞായിരുന്നു, അതായത് എനിക്ക് പെട്ടെന്നൊരു റാൻഡം DM വന്നു. ആ DM ഞാൻ തുറന്നു നോക്കിയപ്പം അതിലുണ്ടായിരുന്നു എന്നോടൊരു ക്വസ്റ്റ്യന്. അതായത് ഈ ഒരു ആ കൊച്ചിൻ്റെ കോളേജിന് എന്തോ ഒരു പ്രൊജക്റ്റ് ചെയ്യാനുണ്ടായിരുന്നു, എന്തോ അസൈൻമെൻറ്റ് ചെയ്യാനുണ്ടായിരുന്നു. കാനഡയിലും അങ്ങനെ അബ്രോഡിലൊക്കെ പോയി പഠിക്കുന്നവരുടെ കുറിച്ചൊരു റിസർച്ചോ സർവേയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഈ എന്താ എന്നെ റിസർച്ച് ചെയ്യാൻ പറ്റുമോ, അതായത് എന്നോട് കുറച്ച് ക്വസ്റ്റ്യൻസ് സർവേ പോലെ ചോദിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ട് എനിക്കൊരു DM വന്നു, റാൻഡം പേഴ്സൺ. ഞാൻ അക്കൗണ്ട് എടുത്ത് നോക്കിയപ്പോൾ 0 പോസ്റ്റ്, ഒരു റാൻഡം പ്രൊഫൈൽ പിക്ചർ, 0 ഫോളോവേഴ്സ്, വളരെ കുറച്ച് ഫോളോവേഴ്സും കുറേ ഫോളോയിങ്. അപ്പോൾ എനിക്ക് ഫേക്ക് അക്കൗണ്ടായി തോന്നി. അപ്പോൾ ഞാനിത് ഫേക്ക് അക്കൗണ്ട് ആണെന്ന് വിചാരിച്ചിട്ട് ഞാൻ റിപ്ലൈ അയച്ചു. പക്ഷേ ഇനിയിപ്പോൾ ജസ്റ്റ് ഇൻ കേസ് ഇത് ഫേക്ക് അക്കൗണ്ട് ആണെങ്കിൽ ഞാൻ എംബാരസ്ഡ് ആവില്ല എന്നുള്ള രീതിയിൽ ഭയങ്കര സ്മാർട്ടായിട്ട് കാൽക്കുലേറ്റഡ് റിപ്ലൈ അയച്ചു. അപ്പോൾ എന്നോട് അന്ന് പറഞ്ഞായിരുന്നു, ഞാൻ വേണമെങ്കിൽ എൻ്റെ ID ഒക്കെ അയച്ചു തരാം, ഞാൻ റിയലാന്ന് പ്രൂവ് ചെയ്യാൻ കോളേജ് ID ഒക്കെ കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞു. ആർക്ക് വേണമെങ്കിലും ഒപ്പിക്കാം. അപ്പം ഞാൻ ഇത് ഫേക്ക് ആവാനാ ചാൻസ്. പിന്നെ എനിക്ക് വോയിസ് മെസ്സേജ് അയച്ചു. വോയിസ് മെസ്സേജിൽ ഒരു പെൺകുട്ടിയുടെ ശബ്ദമായിരുന്നു. അതും 2-3 കൊല്ലം കഴിഞ്ഞാൽ അതും സംശയം. അതെ, 2-3 കൊല്ലമല്ല, ചിലപ്പോൾ ഇപ്പൊ തന്നെ പറ്റും. അപ്പൊ അങ്ങനെ വോയിസ് മെസ്സേജ് അയച്ചപ്പോൾ അതും ഞാനും അങ്ങനെ വിചാരിച്ചു, ഏതോട്ടെ ഞാൻ കൺഫേം ചെയ്യണമെങ്കിൽ ഇങ്ങനെയൊക്കെ പറയേണ്ടി വരും. റിയൽ പേഴ്സൺ ആണെങ്കിൽ ഇപ്പൊ തന്നെ മൂക്കുമേലെ കൈ വെച്ചിട്ട് ഒരു ആപ്പിൾ വെച്ചിട്ടുള്ള ഒരു ഫോട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയേണ്ടി വരും. അല്ലെങ്കിൽ അമ്പടി ജിഞ്ചിഞ്ചാക്കിടി എന്നൊക്കെ പറഞ്ഞിട്ടൊരു വോയിസ് അയക്കാനൊക്കെ പറയേണ്ടി വരും. അത്രയൊന്നും എത്തിയില്ല. അപ്പൊ അങ്ങനെയൊക്കെ എന്താ, യു ആർ നോട്ട് എ ഹ്യൂമൻ എന്ന് പോലെ ഇത്ര സെക്യൂരിറ്റി സയാന്റെ DMസിനുണ്ട്. അപ്പോൾ എന്നിട്ട് അങ്ങനെ ഞാൻ പറഞ്ഞു ഓക്കെ പ്രശ്നമല്ല. അപ്പോൾ എന്നോട് പറഞ്ഞു ഒരു 20 minutes കോളിൽ ഹോപ്പ് ചെയ്യാൻ പറ്റുമോ, എപ്പോഴാണ് ഫ്രീ എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ ഞാൻ ഓക്കെ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഞങ്ങൾ കോളിൽ വന്നു. ഞാൻ ഇതിനെക്കുറിച്ച് പോഡ്കാസ്റ്റ് ഒരു എപ്പിസോഡിൽ ഷെയർ ചെയ്തത്, അതാണ് ഞാൻ പെട്ടെന്ന് ഇങ്ങനെ സ്കിം ചെയ്ത് പറയുന്നത്. എന്നോട് കുറേ ക്വസ്റ്റ്യൻ ചോദിച്ചു, എന്തിനാണ് കാനഡയ്ക്ക് വന്നത്, എപ്പോഴാണ് കാനഡയ്ക്ക് വന്നത്, കാനഡയ്ക്ക് ഒറ്റക്കാണോ വന്നത്, കാനഡയ്ക്ക് വന്ന എക്സ്പീരിയൻസ് എന്താണ്, റേസിസ് എക്സ്പീരിയൻസ് ചെയ്തോ, ഫ്യൂച്ചർ പ്ലാൻസ് എന്താണ്, കാനഡയിൽ നിൽക്കാനാണോ പ്ലാൻ, അങ്ങനെയൊക്കെ കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചു. എന്നിട്ട് എന്നോട് പറഞ്ഞു കാനഡയിൽ ഒറ്റക്കാണോ വന്നേ, എന്താ പേരൻസിനെ മിസ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ ഒറ്റക്ക് നിന്നപ്പോൾ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്തോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ഇല്ല എന്ന് ചോദിച്ചു. അപ്പോൾ എന്നോട് ഞാൻ പറഞ്ഞു ഞാൻ അങ്ങനെയല്ല ചിന്തിക്കുന്നത്, ഞാൻ ഇതൊരു ഓപ്പർച്യൂണിറ്റി, ഒരു ചാലഞ്ച്, പുതിയ ആൾക്കാരെ കാണാം, പുതിയ എക്സ്പീരിയൻസ്, അങ്ങനെ ചിന്തിക്കുന്നത്. ഞാൻ എന്താണ്, ഞാൻ പേരൻസ് നാട്ടിലാണെന്നോ അല്ലെങ്കിൽ എൻ്റെ കൂടെ ആരില്ലല്ലോ എന്നൊക്കെ ഞാൻ ചിന്തിക്കുന്നത്. അങ്ങനെ ചിന്തിച്ച വെറുതെ നെഗറ്റീവ് തോട്ട്സ് മനസ്സിൽ വരിക എന്നല്ലാതെ ഞാൻ നെഗറ്റീവ് തോട്ട്സിനെ ഞാൻ തീരെ പ്രോത്സാഹിപ്പിക്കാറില്ല എൻ്റെ മനസ്സിനുള്ളിൽ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ എൻ്റെ എന്നോട് ചോദിച്ചു ഓക്കെ ഓവറോൾ കാനഡയിലെ എക്സ്പീരിയൻസ് ഔട്ട് ഓഫ് 10 എത്ര റേറ്റ് ചെയ്യാന്ന് വെച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു 10 എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് ചോദിച്ചു 10ഓ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു 10 എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു ഞാൻ എത്രയോ പേര് ഇതേപോലെ റിസർച്ച് ചെയ്തിട്ടുണ്ട്, പക്ഷെ ഒറ്റൊരാളും 10 പറയില്ല, നിങ്ങളാണ് ഫസ്റ്റ് പേഴ്സൺ 10 പറയാൻ, അതെന്താന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മൾ ലൈഫിൽ ഞാൻ ഇപ്പോൾ കാനഡയിൽ 10 എന്ന് പറയുമ്പോൾ എല്ലാം അടിപൊളിയായി നടന്നു എന്നല്ല, പക്ഷെ നമ്മൾ ലൈഫിൽ റിയലിസ്റ്റിക്കായി ചിന്തിക്കണ്ടേ. കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ നെഗറ്റീവ് ആവും, പക്ഷെ അത് വിചാരിച്ച് എനിക്ക് ഓവറോൾ അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ഞാൻ പറഞ്ഞു ഏതായാലും നീ ഇപ്പോൾ ഇത്ര റിസർച്ചും കാര്യങ്ങളും എന്നൊക്കെ ചെയ്തല്ലേ, ഇതിൻ്റെ ഒരു കൺക്ലൂഷൻ എന്നോട് എന്താന്ന് വെച്ചാൽ പറയേണ്ടതെന്ന് പറഞ്ഞു. ഇത് ഒക്ടോബറിലായിരുന്നു, അതായത് 8 months ago. എന്നിട്ട് പിന്നെ വിവരങ്ങളൊന്നും ഇല്ലായിരുന്നു, ഞാനും അതിനെക്കുറിച്ച് ആലോചിക്കലൊന്നും ഇല്ലായിരുന്നു. പിന്നുണ്ട് എനിക്ക് റാൻഡമായിട്ട് കഴിഞ്ഞ ദിവസം വാട്സാപ്പിലൊരു മെസ്സേജ്. അപ്പോൾ എന്നിട്ട് ആ മെസ്സേജിൽ പറഞ്ഞത് എന്താ വെച്ചാൽ, ഹേ സയാൻ, ഹൗ ആർ യു, ഹോപ്പ് യു ആർ ഡൂയിങ് വെൽ. ഫസ്റ്റ്ലി I wanted to express my gratitude for your cooperation with my dissertation about diaspora of students to Western countries, and to be honest, you were the most interesting person on the list. And I got an A+ in the project. You mentioned me about your podcast back then. ഞാൻ ചിലപ്പോൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും, എനിക്കിങ്ങനെ എന്നോട് ഞാൻ ചോദിച്ചു നീ ഇങ്ങനെ എന്നെ കണ്ടുപിടിച്ചതെന്നാണ്. അപ്പോൾ പറഞ്ഞ് ഞാനൊരു റീല് കണ്ടതാണ്, നിങ്ങൾ കാനഡയിലാണ്, അങ്ങനെ എനിക്ക് മനസ്സിലായതാണ്. അപ്പോൾ എൻ്റെ ഒരു പോഡ്കാസ്റ്റ് ഉണ്ട്. അങ്ങനെ നമ്മളെ പോഡ്കാസ്റ്റ് റിയൽ ലൈഫിൽ ആരോടും പറയാറില്ല, നമ്മൾ ഭയങ്കര ലോക്കിയായ വെക്കാറ്. അപ്പോൾ you mentioned to me about your podcast back then, and it took a few months around to check on your podcast, and I regret not doing so sooner. It's that interesting. The way of storytelling, we audience can visualize those. Recently I shared many of your stories with my cousins and everyone liked it. I was there in Saudi for last 2 months. Now if I hear Saudi, the first memory that comes to me is your podcast. I am a person who doesn't even watch movies because it demands at least 3 hours. But your podcast has drawn me in.
It has become my stress buster. All the best for future endeavors. And yes, you guys have a bright future. ഓ അടിപൊളി മെസ്സേജ് അല്ലേ? പൊളി. എനിക്ക് ഇങ്ങനത്തെ Thank you so മെസ്സേജ്. much. എന്താണ് പേര്? രഹ്ന എന്നാ പേര്. അപ്പോൾ താങ്ക് യു. അതെ, അപ്പോൾ എനിക്ക് ഇങ്ങനത്തെ മെസ്സേജസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് വായിക്കുന്നത്. ലോങ് ഡീറ്റെയിൽ സ്പെസിഫിക്സ് ഒക്കെ ഉള്ള മെസ്സേജ് ചെയ്യാം. എനിക്ക് ഭയങ്കര സന്തോഷം അങ്ങനെ അങ്ങനെ സംസാരിക്കുന്നത്. അപ്പോൾ എന്നോട് പറഞ്ഞ് ഞാൻ എൻ്റെ ഹോം ടൗണിൽ നിന്ന് യൂണിവേഴ്സിറ്റിയിലേക്ക് ട്രെയിൻ വഴി എന്തോ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 6 മണിക്കൂർ യാത്ര ഉണ്ട്. അപ്പോൾ 6 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് നമ്മളെ പോഡ്കാസ്റ്റ് ഒക്കെ കേൾക്കുക എന്നൊക്കെ പറഞ്ഞു. മറ്റേ ഒരു ആള് 8 hours വർക്കിൽ കേൾക്കുന്നുണ്ട്. കുറെ എപ്പിസോഡ്സ് ഇനി ഉണ്ടാക്കണ സമയം കേട്ട് തീർക്കാണ്. അതെ. So this has been your favorite host Samir Roshan and Zayan Zakir. Thank you so much.